മണ്ണാർക്കാടിന് KTDCയുടെ പൂരസമ്മാനം ആഹാർ റെസ്റ്റോറന്റ് ആൻഡ് കഫേ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. KTDCയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മണ്ണാർക്കാട് പൂരത്തിന് ടൂറിസം വകുപ്പിന്റെ സമ്മാനമാണ് ആഹാർ സംരംഭമെന്നും മന്ത്രി പറഞ്ഞു. നടമാളിക റോഡിലുള്ള റൂറൽ ബാങ്കിന്റെ നാട്ടുചന്തയുടെ ബഹുനില കെട്ടിടത്തിലാണ് ആഹാർ റെസ്റ്റോറന്റ് ആൻഡ് കഫേ ബിയർ പാർലർ തുറന്നു പ്രവർത്തനം ആരംഭിച്ചത്. ആഹാർ റെസ്റ്റോറന്റിന്റെയും കഫേയുടെയും ഔപചാരിക ഉദ്ഘാടനം ഓൺലൈനിലൂടെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. മണ്ണാർക്കാട് പൂരത്തിന് KTDCയുടെ സമ്മാനമാണ് ആഹാർ റെസ്റ്റോറന്റ് എന്ന് മന്ത്രി പറഞ്ഞു. മണ്ണാർക്കാട്ട് പൂരം വരാൻ വേണ്ടി പോവുകയാണ്. മണ്ണാർക്കാട്ടെ എല്ലാ ജനവിഭാഗങ്ങളുടേതുമാണ് പൂരം. മാനവികതയുടെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന ഉത്സവമാണ്. ആദിവാസി ജനവിഭാഗങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ള പൂരം ഏറെ പ്രത്യേകത നിറഞ്ഞതാണ്. എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന പാരമ്പര്യമാണ് മണ്ണാർക്കാട്ടിനുള്ളത്. പൂരം വിജയിപ്പിക്കുന്നതിനായി നാട് ഒന്നിച്ച് കൈകോർക്കുകയാണ്. അതിൽ KTDCയും ടൂറിസം വകുപ്പും പങ്കാളികളാവുകയാണ്. മണ്ണാർക്കാടിൻ്റെ പൂരത്തിന് KTDCയുടെ സമ്മാനമാണ് ആഹാർ റെസ്റ്റോറൻറ്റ്. കേരള ടൂറിസം ഇന്ന് ഏറെ ശ്രദ്ധയാകർഷിച്ച് മുന്നോട്ട് പോവുകയാണ്. കോവിഡിന് ശേഷം ലോകത്ത് പ്രസിദ്ധമായ ന്യൂയോർക്ക് ടൈംസ് ഒരു പഠനം നടത്തി. കണ്ടിരിക്കേണ്ട 52 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ സർക്കാരുകളുടെ ഇടപെടലിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന 52 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആ പഠനത്തിൻ്റെ ലക്ഷ്യം. ഇന്ത്യയിൽ ഒരു പ്രദേശം മാത്രമാണ് ആ 52 കേന്ദ്രങ്ങളിൽ ഇടം കണ്ടെത്തിയത്. ലോകപ്രസിദ്ധമായ ന്യൂയോർക്ക് ടൈംസ് തിരഞ്ഞെടുത്ത 52 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ ഇടം കണ്ടെത്തിയ പ്രദേശം നമ്മുടെ കേരളമാണ് എന്നുള്ളത് ഏറെ സന്തോഷത്തോടു കൂടിയാണ് നാം ഏറ്റുവാങ്ങിയ വാർത്ത. KTDC ചെയർമാൻ PK ശശി അധ്യക്ഷനായി. KTDC സ്ഥാപനങ്ങൾ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിൽ തന്റെ സ്വാർത്ഥത കൂടിയുണ്ടെന്ന് PK ശശി പറഞ്ഞു. കുരുത്തിച്ചാൽ, ശിരുവാണി, കാഞ്ഞിരപ്പുഴ എന്നിവിടങ്ങളിലെ സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്തി മുന്നോട്ടു പോകാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയം മറന്ന് പലരും ഒന്നിച്ചു നിൽക്കും. അതിലും മനസ്സിൽ കുഷ്ഠം ബാധിച്ച അപൂർവം ചില ആളുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് മന്ത്രി നേരിട്ട് വരില്ല എന്ന് പ്രത്യേകമായി അറിയിക്കാൻ ചില ആളുകൾ താല്പര്യം കാണിച്ചതെന്നും PK ശശി പറഞ്ഞു. പല കാര്യങ്ങളിലും പരസ്പരം തർക്കിക്കും. രാഷ്ട്രീയമായി നോക്കട്ടെ, രാഷ്ട്രീയക്കാരാകട്ടെ, പല കാര്യങ്ങളിലും പരസ്പരം തർക്കിക്കും. പക്ഷേ ഇതുപോലെയുള്ള ഒരു പൊതു കാര്യം വരുമ്പോൾ പൊതുവെ ഞങ്ങൾ നല്ല ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെയൊക്കെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതിലും മനസ്സിന് കുഷ്ഠരോഗം പിടിച്ച ചില ആളുകൾ ഉണ്ടാവും, അപൂർവമായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന് മന്ത്രി നേരിട്ട് വരില്ല എന്ന് പ്രത്യേകമായി അറിയിക്കാൻ ചില ആളുകൾ താല്പര്യം കാണിച്ചത് അതിന്റെ ഭാഗമായി. കാരണം അതിന്റെ ഭാഗമായി ചില 10 ആൾ വന്നില്ലെങ്കിൽ അത്രയും ആൾ കുറഞ്ഞു പോകട്ടെ എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ ഇവരുടെ ആരുടെയും സമ്മതം കൊണ്ടൊന്നുമല്ല ഈ ആളുകൾ വരുന്നത്. ഈ മഹത്തായ പ്രസ്ഥാനത്തോടുള്ള താല്പര്യം കൊണ്ടാണ്. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനോടുള്ള താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ്. അവരവരുടെ ജോലി നിർവഹിക്കട്ടെ. ഈ നാടിന്റെ മനസ്സിലേക്ക്, ഈ നാടിന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കും. സാധാരണക്കാർ ഏറ്റുവാങ്ങും, 2 കൈകളും നീട്ടി ഈ വലിയ പ്രസ്ഥാനത്തെ സ്വീകരിക്കും. ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്വീകരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഈ കാര്യത്തിലില്ല. കേരള ടൂറിസത്തിൽ പ്രധാന പങ്ക് KTDCക്കുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ അതിഭീമമായ നഷ്ടത്തിൽ നിന്ന് KTDCയെ ലാഭത്തിലേക്ക് എത്തിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ടെന്നും PK ശശി കൂട്ടിച്ചേർത്തു. ഈ മണ്ണാർക്കാട് എന്ന് പറയുന്ന പ്രദേശം ഒരു എല്ലാം കൊണ്ടും സവിശേഷ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒന്നാണ്. ഇത് വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ഒരു സംഗമ ഭൂമിയാണ് മണ്ണാർക്കാട് എന്ന് പറയുന്നത്. ഇത് വള്ളുവനാടിന്റെ ഹൃദയമാണ്. വള്ളുവനാടിന്റെ എല്ലാ സാംസ്കാരിക തനിമയും നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഷ്ഠാന കലകൾ ഏറ്റവും ശക്തമായി ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു പ്രദേശമാണ് മണ്ണാർക്കാട് എന്ന് പറയുന്നത്. ആ വള്ളുവനാടിന്റെ എല്ലാ വിശുദ്ധിയും, ആ വള്ളുവനാടിന്റെ വിശുദ്ധിയോടൊപ്പം ഏറനാടിന്റെ പോരാട്ട വീര്യവും ലയിച്ചു ചേർന്ന ഏറനാടിന്റെ പാരമ്പര്യമാണ്. അത് പോരാട്ടത്തിന്റെ പാരമ്പര്യമാണ്. അതിന്റെ ഉശിരുണ്ട്. ആ ഉശിരും ഈ ചൂടും ചൂരുമെല്ലാം
ഇഴുകിച്ചേർന്ന ഈ രണ്ടും വള്ളുവനാടിന്റെ വിശുദ്ധിയും ഏറനാടിന്റെ സമര പൈതൃകവും ലയിച്ചു ചേർന്ന സംസ്കാരമാണ് മണ്ണാർക്കാടിന്റെ ജനങ്ങൾക്ക്. KTDCയുടെ സംസ്ഥാനത്തെ 11ാമത് ഭക്ഷണശാലയാണ് മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറബിക്, തന്തൂരി തുടങ്ങിയ വിഭവങ്ങളും വിശ്രമമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ആഹാറിലുണ്ട്. റെസ്റ്റോറന്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ C. മുഹമ്മദ് ബഷീറും കഫേയുടെ ഉദ്ഘാടനം തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് A. ഷൗക്കത്ത് അലിയും നിർവഹിച്ചു. KTDC മാനേജിംഗ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, ടൂറിസം സെക്രട്ടറി K. ബിജു, പാലക്കാട് അസിസ്റ്റന്റ് കളക്ടർ OV ആൽഫ്രഡ്, KTDC റീജിയണൽ മാനേജർ സുജിൽ മാത്യു, ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, KK വത്സലരാജ്, റൂറൽ ബാങ്ക് സെക്രട്ടറി M. പുരുഷോത്തമൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ O. നാരായണൻകുട്ടി, രാജനാമ്പാടത്ത്, ജസീന അക്കര, മണ്ണാർക്കാട് DYSP TS സിനോജ്, നഗരസഭാ അംഗം അരുൺകുമാർ പാലക്കുറിശി, രാഷ്ട്രീയ നേതാക്കളായ അസീസ് ബിമനാട്, P. മനോജ്, അഡ്വക്കേറ്റ് ജോസ് ജോസഫ്, വ്യാപാരി നേതാക്കളായ ബാസിദ് മുസ്ലിം, വിനോദ് കൃഷ്ണൻ, ഫിറോസ് ബാബു, ഡോക്ടർ ഷിബു സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. CCN മണ്ണാർക്കാട്.